വെൽക്കം ഡിയർ ലേണേഴ്സ്. ഇന്ന് നമ്മൾ ലാബ് അസിസ്റ്റന്റ് ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മൈക്രോബയോളജിയിൽ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ പഠിച്ചിരുന്നു അല്ലേ? ഇപ്പൊ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ, ഇൻ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ ദർ ആർ വേരിയസ് ടെസ്റ്റ് ഉണ്ട് അല്ലെ? ബയോകെമിക്കൽ ടെസ്റ്റ് ഉണ്ട്, സെറോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതായത് അതിന് സ്റ്റെയിനിങ് ബൈ യൂഷിങ് സ്റ്റെയിനിങ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാം സ്റ്റെയിനിങ്, സിമ്പിൾ സ്റ്റെയിനിങ് പറഞ്ഞിരുന്നു. അപ്പം സ്റ്റെയിനിങ് അതായത് ഈ ഐസൊലേറ്റഡ് ബാക്ടീരിയനെ എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ്, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്രാം സ്റ്റെയിനിങ്. ദെൻ അതുപോലെ തന്നെ വേറൊരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് നോക്കാനുണ്ട്. അപ്പൊ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഡിഫറൻഷിയേറ്റ് ആസിഡ് ഫാസ്റ്റ് ആൻഡ് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. അപ്പൊ അതിൽ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെയും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെയും വേർതിരിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദിസ് ടെക്നിക്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് യൂസ് ടു ഐഡന്റിഫൈ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് സച്ച് ആസ് മെമ്പേഴ്സ് ഓഫ് ജീനസ് മൈക്കോബാക്ടീരിയം. അപ്പൊ ഏതാണ് ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ്? മൈക്കോബാക്ടീരിയം. Okay, so this differential staining method is known as Steele-Nielsen's method. രണ്ടാൾക്കാരാണ്. ആൻഡ് എന്താ അതിന്റെ പേര്? ഷെയിൽ-നീൽസൺസ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോൾ എൽറിക് ആണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക്. അപ്പൊ ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്കില് എന്താ ചെയ്തത്? ഈ ദിസ് ടെക്നിക് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോൾ എൽറിക്, ആ ടെക്നിക്കിനെ മോഡിഫൈ ചെയ്തു. ആരാണ്? രണ്ട് ജർമ്മൻ ഡോക്ടേഴ്സ് ആൻഡ് ബാക്ടീരിയോളജിസ്റ്റ്, ഫ്രാൻസ് റീലും പിന്നെ അതുപോലെ തന്നെ ഒരു പാത്തോളജിസ്റ്റ് ആയ ഫ്രെഡറിക് നീൽസനും കൂടെ ഈ ആദ്യത്തെ മെത്തേഡിനെ, പോൾ എൽറിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന മെത്തേഡാണ് ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്താണ് അറിയപ്പെടുന്നത്? ഷെയിൽ-നീൽസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം രണ്ട് ബാക്ടീരിയോളജിസ്റ്റിന്റെ പേര് ഓർത്തേക്കുക. ദെൻ Robert Koch, he discovered the etiology of tuberculosis 1882. ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കോച്ച് പോസ്റ്റുലേറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതില് റോബർട്ട് കോച്ച് ആണ് ഈ ട്യൂബർകുലോസിന്റെ എറ്റിയോളജി ചെയ്ത ഡിസീസ് ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റംസ് ഒക്കെ കൂടുതൽ പഠിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ soon after the Koch discovery, Paul Ehrlich developed a stain for Mycobacterium tuberculosis. ഓക്കെ, അപ്പൊ ആ സ്റ്റെയിനിങ് ടെക്നിക്ക് കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്, അതിലെ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഹെമാറ്റോസൈലിൻ സ്റ്റെയിൻ ആണ്. ഹെമാറ്റോസൈലിൻ സ്റ്റെയിൻ ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഈ ഹെമാറ്റോസൈലിൻ which was used by Paul Ehrlich, അതിന് ഈ ആരാ ഓൾട്ടർ ചെയ്തത്? സീൽ ഓൾട്ടർ ചെയ്തു. പുതിയൊരു ടെക്നിക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിലെന്താ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഹിയർ ദ കാർബോളിക് ആസിഡ് ഇസ് യൂസ്ഡ് ആസ് മോർഡന്റ്. അപ്പൊ കാർബോളിക് ആസിഡ് എന്തായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്? ഇൻ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് മോഡേൺ ആയിട്ട് യൂസ് ചെയ്തത് കാർബോളിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, സ്റ്റെയിൻ ഏതാണ്? ഹെമാറ്റോസൈലിൻ സ്റ്റെയിൻ ആണ്. മോഡേൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കാർബോളിക് ആസിഡ് ആണ്. ആൻഡ് ആരാണ് ഇത് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോച്ച് ആണ്. കോഷിന്റെ ഡിസ്കവറി കഴിഞ്ഞ് പോൾ എൽറിക് ആണ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ക്ലിയർ? അപ്പം അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തത് സീലാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നീൽസനും മോഡന്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ബട്ട് സി എന്താ പറയുന്നത്? ഫ്രെഡറിക് നീൽസൺ കെപ്റ്റ് സീൽസ് ചോയ്സ് ഓഫ് മോഡന്റ് ബട്ട് ചേഞ്ച് ദ പ്രൈമറി സ്റ്റെയിൻ ടു കാർബോൾ ഫ്യൂഷൻ. കാർബോൾ ഫ്യൂഷൻ ആണ് മാറ്റിയത്. പ്രൈമറി സ്റ്റെയിൻ മാറ്റിയിട്ട് എന്തായി എടുത്തു? കാർബോൾ ഫ്യൂഷൻ. Carbol fusion used as primary stain. Okay. അപ്പൊ അതാണ് ഷെയിൽ-നീൽസൺ സ്റ്റെയിനിങ് ടെക്നിക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനദർ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ വാസ് ഡെവലപ്ഡ് ബൈ
ജോസഫ് കിനിയോൺ. അപ്പൊ ആ കിനിയോൺ സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറയുന്നത് അത് വേറൊരു ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക് ആണ്. അപ്പൊ ഈ സ്റ്റീൽ നീൽസൺ സ്റ്റെയിനിങ് ടെക്നിക് അതിന് പകരമായിട്ട് യൂസ് ചെയ്ത പുതിയൊരു ടെക്നിക്ക് കൊണ്ടുവന്നതാണ് ജോസഫ് കിനിയോൺ. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് ഈ റിമൂവിങ് ഈ സ്റ്റെപ്പില് ഒരു ഹീറ്റിംഗ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ് സെയിൽ നീൽസൺ സ്റ്റെയിനിങ് ടെക്നിക്കല്. ആ ഹീറ്റിംഗ് പ്രൊസീജിയറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ കിനിയോൺ മെത്തേഡ് ആവുന്നത്. ഓക്കെ, ദിസ് ന്യൂ സ്റ്റെയിൻ ഫ്രം കിനിയോൺ വാസ് നെയിംഡ് ആസ് കിനിയോൺ സ്റ്റെയിൻ. ക്ലിയർ? നെക്സ്റ്റ്, അപ്പൊ നമ്മള് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെ സ്റ്റെയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞു, മൈക്രോ ബാക്ടീരിയത്തിനെ സ്റ്റെയിൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്താന്ന് നോക്കാം. ദോസ് വിച്ച് ഹാവ് ഹൈ കണ്ടന്റ് ഓഫ് മൈക്കോളിക് ആസിഡ്സ് ഇൻ ദിയർ സെൽ വാൾ. അപ്പൊ സെൽ വാളില് മൈക്കോളിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലുള്ള ബാക്ടീരിയയാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ സ്റ്റെയിനിങ് ടെക്നിക്കിന് യൂസ് ചെയ്യുന്നത്. Clear? And they are characterized by wax-like nearly impermeable cell wall. Cell wall impermeable ആണ് contained due to the presence of this mycolic acid. Mycolic acid and large amount of fatty acids. പിന്നെ അതുപോലെ waxesഉം complex lipidsഉം ഒക്കെ ഉണ്ട് ഇതിന്റെ cell wallല്. Okay, and these bacteria are highly resistant to disinfectants and dry conditions. അപ്പൊ ഇത് നമുക്ക് മുന്നേ പഠിച്ച ഗ്രാം സ്റ്റെയിനിങ് വഴി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. Clear? But due to this waxy cell wall components, mycobacterium are acid fast. അതുകൊണ്ട് they are acid fast. That is, they retain red dye. ഏതാണ് നമ്മൾ റെഡ് ഡൈ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്? കാർബോൾ ഫ്യൂഷൻ ആഫ്റ്റർ റിൻസിങ് വിത്ത് ആസിഡ് സോൾവെന്റ്. അപ്പൊ ഈ ആസിഡ് സോൾവെന്റ് ആയിട്ട് കഴുകി കളഞ്ഞാല് they will retain this കാർബോൾ ഫ്യൂഷൻ. ഓക്കെ, അതാണ് ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ പ്രത്യേകത. റെഡ് കളറിൽ ആ സ്റ്റെയിൻ അങ്ങനെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ സെൽ വാളിൽ എന്താണ് ഉള്ളത്? ഹൈ കണ്ടന്റ് ഓഫ് മൈക്കോളിക് ആസിഡ്സ്. ക്ലിയർ? ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് ഏതാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് ഏതായിരുന്നു? മൈക്കോബാക്ടീരിയം. Mycobacterium and cell wall large amount of lipid substances, mycolic acids, which resist staining by ordinary methods such as gram staining. അപ്പൊ ഈ മൈക്കോളിക് ആസിഡ് ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിന് അവിടെ റെസിസ്റ്റ് അതായത് ഗ്രാം സ്റ്റെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വി ആർ യൂസിങ് ദിസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അപ്പൊ അതാണ് സെയിൽ നീൽസൺസ് ടെക്നിക്കല് നമ്മൾ ചെയ്യുന്നത്. Acid fastness is an uncommon characteristic shared by the genera Mycobacterium. Mycobacterium nocardia. Weakly acid fast ആണ് ഈ nocardia എന്ന് പറയുന്നത്. കൂടുതലും Mycobacteria ആണ്. Clear? And these bacteria, അപ്പൊ ഇതിന് they required acid fast staining that is used to screen for the Mycobacterium nocardia legionella species in the body tissues and fluids. ഇപ്പൊ നമ്മുടെ ബോഡി ടിഷ്യൂസിലെ ഫ്ലൂയിഡ്സിലെ കപ്പത്തിലൊക്കെ ഉണ്ടാവും. അപ്പം അവിടെ എല്ലാം ഈ മൈക്രോ ബാക്ടീരിയോ നോക്കാർഡിയോ ലെജിയോണെല്ലയൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്കാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. മനസ്സിലായല്ലോ? ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചർ, this stain is extremely helpful in the identification of diseases caused by acid fast bacteria. അപ്പൊ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണിത്. മെയിൻലി ഏത് ഡിസീസ് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ട്യൂബർകുലോസിസ് ആൻഡ് ലെപ്രസി. അപ്പൊ ട്യൂബർകുലോസിസ് ആൻഡ് ലെപ്രസി ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ യൂസിങ് ദിസ് ആസിഡ് ഫാസ്റ്റ് ടെക്നിക്. മനസ്സിലായില്ലേ? Because the cell wall containing mycolic acid is so waxy and resistant to most compound, acid fast organisms require a special staining technique. അപ്പൊ ഇതിൽ പ്രൈമറി സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? കാർബോൾ ഫ്യൂഷൻ ആണ്. ആൻഡ് കാർബോൾ ഫ്യൂഷൻ ദാറ്റ് ഇസ് ലിപ്പിഡ് സോളിബിൾ ആൻഡ് കണ്ടെയ്ൻസ് ഫീനോൾ വിച്ച് ഹെൽപ്സ് ഇൻ ദ സ്റ്റെയിനിങ് ഈ സ്റ്റെയിനിങ് ഓഫ് ദിസ് മൈക്കോബാക്ടീരിയം. അപ്പൊ ഈ ദിസ് കാർബോൾ ഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ദി സ്റ്റെയിൻ വിൽ പെനിട്രേറ്റ് ദി സെൽ വാൾ. ഓക്കെ, ദിസ് ഇസ് ഫർദർ അസിസ്റ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് ഹീറ്റ്. അപ്പൊ നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതൊന്നുകൂടെ ചൂടാക്കുമ്പോൾ ഈ സ്റ്റെയിൻസ് എല്ലാം ആ സെൽ വാളിനകത്തേക്ക് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. Then the smear is then rinsed with very strong decolorizer.
ഡിക്ലറൈസർ വെച്ചിട്ട് റിൻസ് ചെയ്യാണ് ചെയ്യുന്നത്. വിച്ച് സ്ട്രിപ്സ് ദ സ്ട്രെയിൻ ഫ്രം ഓൾ നോൺ ആസിഡ് ഫാസ്റ്റ് സെൽസ്. അപ്പം നോൺ ആസിഡ് ഫാസ്റ്റ് സെൽസ് എന്നെല്ലാം ഈ സ്റ്റെയിന് പോയി കാണും. ബട്ട് ഡസ് നോട്ട് പെർമിറ്റ് ദ സെൽ വോൾ ഓഫ് ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിൽ ആണില്ല. ക്ലിയർ? Thus, the decolorized non-acid fast cells can take up the counter stain. അപ്പം ഈ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അത് ഏതാണ് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്ടേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആസിഡ് ഫാസ്റ്റ് വിൽ അപ്ടേക്ക് ദിസ് കാർബോൾ ഫ്യൂഷൻ. അപ്പൊ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ കളർ വന്നിട്ട് റെഡ് ആയിരിക്കും, വൈൽ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ വിൽ ബി സ്റ്റെയിനിങ്. ഇതിന്റെ കൗണ്ടർ സ്റ്റെയിൻ ഏതായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ കളർ ആയിരിക്കും നോർമലി ഗ്രീൻ കളർഡ് ആയിരിക്കും കാണുന്നത്. ക്ലിയർ? ഇപ്പൊ ഈ സ്റ്റെയിനിങ് ടെക്നിക്കല് ഓൾ ബാക്ടീരിയ ട്രാൻസ്പെറന്റ്. അപ്പം ആദ്യം ഇനീഷ്യലി ഏത് ബാക്ടീരിയ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഈ ടെക്നിക്കല് സ്റ്റെയിനിങ് അതിന്റെ കളർ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്നു, ഫോഴ്സ് കാർബോ ഫ്യൂഷൻ ഇൻ ടു ദി ബാക്ടീരിയ. അപ്പൊ കാർബോ ഫ്യൂഷൻ ബാക്ടീരിയക്കകത്ത് എൻറ്റർ ചെയ്യുന്നു, റെഡ് കളറിൽ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഡിക്ലറൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെത്തേഡ്. ഡിക്ലറൈസ് ചെയ്യുന്നു. അപ്പൊ ആസിഡ് വെച്ചിട്ട് ഡിക്ലറൈസ്. അപ്പൊ ഈ ആസിഡ് റിമൂവ്സ് ദി കാർബോ ഫ്യൂഷൻ ഫ്രം ദി ബാക്ടീരിയ. അപ്പൊ അതുകൊണ്ട് ദേ വിൽ നോട്ട് ബി ഹാവിംഗ് മൈക്കോളിക് ആസിഡ്. മൈക്കോളിക് ആസിഡ് ഉണ്ടാവില്ല. പിന്നെ മെത്തിലൈൻ ബ്ലൂ ആണ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ആ ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അല്ല ഇപ്പൊ കാർബോൾ ഫ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്ടേക്ക് ചെയ്യുകയാണെങ്കിൽ ആസിഡ് ബാക്ടീരിയ വിൽ ബി സീൻ ഇൻ റെഡ് കളർ. ഓക്കെ, അപ്പൊ അതാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്. അപ്പൊ ഇനി നമുക്ക് അപ്പൊ ഈ സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാല് ആ സ്റ്റെയിനിങ് നമുക്ക് ഇപ്പം നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് പഠിച്ചു, അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പഠിച്ചു, പിന്നെ അതുപോലെ മോട്ടിലിറ്റി ടെസ്റ്റിംഗ് പഠിച്ചു. അതായത് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്, വെദർ ഇറ്റ് ഇസ് മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ബാക്ടീരിയ ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അനദർ മെത്തേഡ് ഇസ് ബയോകെമിക്കൽ ടെസ്റ്റ്. അപ്പൊ ഈ ബയോകെമിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതില് ഈ നമ്മൾ പ്രിലിമിനറി ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല, അപ്പൊ ആ ബാക്ടീരിയയിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എൻസൈം ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആണ് നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ യൂഷ്വലി ആഫ്റ്റർ സ്റ്റെയിനിങ് ചെയ്യുന്നതാ. സ്റ്റെയിനിങ് ഇസ് ഫോളോഡ് ബൈ യൂസ് ഓഫ് വേരിയസ് ബയോകെമിക്കൽ റിയേജൻസ് ആൻഡ് ടെസ്റ്റ്. ഓക്കെ, ഇപ്പൊ സ്റ്റെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബയോകെമിക്കൽ റിയേജൻസും ടെസ്റ്റും യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് ക്ലോസർ ടു ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ഒന്നുകൂടെ ആ പെർഫെക്റ്റ് സ്റ്റേജിലേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബയോകെമിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. ദർ ആർ മെനി ബയോകെമിക്കൽ ടെസ്റ്റ് അവൈലബിൾ ഫോർ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ. അതില് ഫ്യൂ ഓഫ് ദം ആർ റിക്വയർഡ് ടു ബി കാരിഡ് ഔട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് സ്റ്റെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്ന ബയോകെമിക്കൽ ടെസ്റ്റുകളാണ് ഒന്ന് കാറ്റലൈസ് ടെസ്റ്റ്, കൊയാഗുലേസ് ടെസ്റ്റ്, ഓക്സിഡേസ് ടെസ്റ്റ്, ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ്, ഇൻഡോൾ ടെസ്റ്റ്, സിട്രേറ്റ് ടെസ്റ്റ്, യൂറിയേസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ ബയോകെമിക്കൽ ടെസ്റ്റുകളാണ് യൂസ്ഡ് ഫോർ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ. ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം അതിൽ ഓക്സിഡേസ് ടെസ്റ്റ്, കൊയാഗുലേസ് ടെസ്റ്റ്, കാറ്റലൈസ് ടെസ്റ്റ്, IMVAC ടെസ്റ്റുകളെല്ലാം നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തേതാണ് കാറ്റലൈസ് ടെസ്റ്റ്. അപ്പൊ ഈ കാറ്റലൈസ് ടെസ്റ്റ് കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം ബാക്ടീരിയയിൽ പ്രസന്റ് ആണോ എന്ന് ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, so this test is essential for differentiating catalase positive bacteria from catalase negative bacteria. Catalase positive bacteria catalase negative bacteria തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കാറ്റലൈസ് പോസിറ്റീവ് ബാക്ടീരിയ ഏതാണ്? മൈക്രോകോക്കെ. ക്ലിയർ? മൈക്രോകോക്കെ. ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയ ഏതാ? സ്ട്രെപ്റ്റോകോക്കേസിയേ ഫാമിലിയിലൊക്കെ വരുന്നത്. മൈക്രോകോക്കേസിയ ആൻഡ് സ്ട്രെപ്റ്റോകോക്കേസിയയിൽ വരുന്ന ഈ രണ്ട് ബാക്ടീരിയൽ ഫോംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ ഈ കാറ്റലൈസ് ടെസ്റ്റ് ഈ രണ്ട് ജനറേനും വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നതിന് വേണ്ടിയിട്ടാണ്. ചിലത് ഗ്രാം പോസിറ്റീവ് ഉണ്ട് ആൻഡ് ചിലത് ഗ്രാം നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അത് പഠിച്ചേക്കണം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഏതൊക്കെയാണ്? എയറോകോക്കസ് യൂറിനെ പോസിറ്റീവ് ആണ്, എയറോകോക്കസ് വിറിഡൻസ് നെഗറ്റീവ് ആണ്, ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ജസ്റ്റ് കമ്പൈലോബാക്ടർ ഫീറ്റസ്, കമ്പൈലോബാക്ടർ ജെജുനി, കമ്പൈലോബാക്ടർ കോളി, ഇതെല്ലാം പോസിറ്റീവ് ആണ് ഫ്രം ദി അതർ കമ്പൈലോബാക്ടർ സ്പീഷീസ്. ഓക്കെ. Then next is coagulase test. Coagulase test is used to differentiate the strains of Staphylococcus aureus from other coagulate negative species. ഏതെന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്ന? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസും പിന്നെ സ്റ്റെഫൈലോകോക്കസ് നെഗറ്റീവ് സ്പീഷീസ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതർ കൊയാഗുലേസ് നെഗറ്റീവ് സ്പീഷീസ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊയാഗുലേസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് സ്ട്രെയിൻസ് എന്ന് പറയുന്നത് ദേ ആർ കേപ്പബിൾ ഓഫ് കൊയാഗുലേറ്റിംഗ് പ്ലാസ്മ ഇൻ ദി ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ നമ്മളിപ്പം ഈ ഏതാണോ സ്മിയർ ആയിട്ട് എടുത്ത് അതിന്റെ പ്ലാസ്മയായിട്ട് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ക്ലംസ് ഓഫ് സെൽസ് ഇൻ ദി സ്ലൈഡ് ടെസ്റ്റ്. സ്ലൈഡ് ടെസ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അതിൽ കുറെ ക്ലംസ് ഓഫ് സെൽസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. സെൽസ് ഇങ്ങനെ ക്ലംസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം the coagulate test can be performed by two different procedures. ഒന്ന് സ്ലൈഡ് ടെസ്റ്റ്, അടുത്തതാണ് ട്യൂബ് ടെസ്റ്റ്. അപ്പൊ രണ്ട് ടെസ്റ്റിന്റെ ഇതില് കൊയാഗുലേസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് പ്രൊസീജിയർ വഴിയാണ്. ഒന്ന് സ്ലൈഡ് ടെസ്റ്റ്, ഒന്ന് ട്യൂബ് ടെസ്റ്റും. സ്ലൈഡ് ടെസ്റ്റിൽ എന്താന്ന് പറയുന്നത്, സ്ലൈഡ് ടെസ്റ്റ് സിമ്പിൾ ടെസ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് എപ്പോഴും റിസൾട്ട് ആക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല ആ സ്ലൈഡ് ടെസ്റ്റിൽ. അപ്പം അതുകൊണ്ടാണ് ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നത്. സ്ലൈഡ് ടെസ്റ്റിൽ നെഗറ്റീവ് റിസൾട്ട് വരും. ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡെഫിനിറ്റ് റിസൾട്ട് ആണ്, പക്ഷേ ഈ 10 സെക്കൻഡ് കൊണ്ടൊന്നും ചെയ്തു തീരില്ല. അപ്പൊ ഇറ്റ് വിൽ ടേക്ക് 24 hours ടു കംപ്ലീറ്റ്. അപ്പം ഈ രണ്ട് ടെസ്റ്റുകളിലും ഇങ്ങനെ ക്ലംബിങ് അല്ലെങ്കിൽ ക്ലോട്ട്സ് ഒക്കെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഷോസ് എ പോസിറ്റീവ് റെസ്പോൺസ്. വൈൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന കോമൺലി ഐസൊലേറ്റ് ചെയ്യുന്ന കൊയാഗുലേറ്റ് പോസിറ്റീവ് ഓർഗാനിസം ആണ് നമുക്കിതിൽ കാണുന്നത്. ഓക്കെ. ഇപ്പൊ ഇതില് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് കൂടുതലായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് സെവറൽ അതർ സ്പീഷീസ് ഓഫ് സ്റ്റെഫൈലോകോക്കസ് അത് ഇത് കൊയാഗുലേസ് ആക്ടിവിറ്റിനോട് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്ന, അതായത് സ്റ്റെഫൈലോകോക്കസ് ഷെൽഫിറി, സ്റ്റെഫൈലോകോക്കസ് ലുഗ്ഡീനിയസ് എന്ന് പറയുന്നതെല്ലാം പോസിറ്റീവ് റിസൾട്ട് ആണ് സ്ലൈഡ് ടെസ്റ്റിൽ കാണുന്നത്. ഓക്കെ. പോസിറ്റീവ് റിസൾട്ട് സ്റ്റെഫൈലോകോക്കസ് ഷെൽഫിറി, സ്റ്റെഫൈലോകോക്കസ് ലുഡ്ഗിനസ്, അതെല്ലാം പോസിറ്റീവ് റിസൾട്ട് ഇൻ ദി സ്ലൈഡ് ടെസ്റ്റ് വിൽ ബി ഷോയിങ്. ഓക്കെ. ട്യൂബ് ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയ സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിസ്, സ്റ്റെഫൈലോകോക്കസ് സാപ്രോഫൈറ്റസ് എന്ന് പറയുന്നത് ദേ ആർ കൊയാഗുലേസ് നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ദേ വിൽ ഷോ നെഗറ്റീവ് റിസൾട്ട്. അത് പ്ലാസ്മേനെ സ്ലൈഡിൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പോസിറ്റീവ് റിസൾട്ടും നെഗറ്റീവ് റിസൾട്ടും കാണിക്കുന്നുണ്ട് in these bacteria. The next is oxidase test. Oxidase test. Oxidase അടുത്തൊരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് ഓക്സിഡേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേസ് ടെസ്റ്റ് assays for the presence of cytochrome oxidase. അപ്പൊ സൈറ്റോക്രോം ഓക്സിഡേസിന്റെ പ്രസൻസ് ആണ് ഇതില് കാണിക്കുന്നത്. അപ്പൊ ദിസ് ഈസ് ആൻ എൻസൈം സംടൈംസ് കോൾഡ് ഇൻഡോഫീനോൾ ഓക്സിഡേസ്. എന്തെന്നാണ് വേറൊരു പേര്? ഇൻഡോഫീനോൾ ഓക്സിഡേസ് ഓർ ഓൾസോ നോൺ ആസ് സൈറ്റോക്രോം ഓക്സിഡേസ്. അപ്പൊ അതിന്റെ പ്രസൻസ് ആണ് ഈ ബയോകെമിക്കൽ റിയാക്ഷന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്.
In the presence of an organism that contains cytochrome oxidase enzyme, the reduced colorless reagent becomes oxidized. reduced reagent oxidize ചെയ്തിട്ട് എന്തെന്നാവുന്നത് ഒരു കളേർഡ് പ്രോഡക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്സിഡൈസ്ഡ് കളേർഡ് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ കൂടുതലായിട്ടും ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫിൽട്ടർ പേപ്പർ ടെസ്റ്റ് മെത്തേഡാണ്. അല്ലെങ്കിൽ അതിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ സ്പോട്ട് ടെസ്റ്റ് ഫിൽട്ടർ പേപ്പർ മെത്തേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെട്ടെന്ന് തന്നെ ഫിൽട്ടർ പേപ്പർ ടെസ്റ്റ് ഉണ്ട്, സ്പോട്ട് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഡയറക്റ്റ് പ്ലേറ്റ് മെത്തേഡ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് മെത്തേഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം ഓക്സിഡൈസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിൽട്ടർ പേപ്പർ മെത്തേഡിൽ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു പീസ് ഓഫ് ഫിൽട്ടർ പേപ്പർ എടുക്കുന്നു, 1% കോവാക്സ് ഓക്സിഡൈസ് റിയേജന്റിൽ മുക്കിയിട്ട് അതിനെ ഡ്രൈ ചെയ്യാൻ വെക്കുന്നു. അപ്പം പിന്നെ ഈ ലൂപ്പ് വെച്ചിട്ട് ഐസൊലേറ്റഡ് കോളനീനെ ബാക്ടീരിയൽ പ്ലേറ്റുമായിട്ട് റബ്ബ് ചെയ്തിട്ട് ഈ ഫിൽട്ടർ പേപ്പറിൽ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കളർ ചേഞ്ച് നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ ട്രീറ്റ് ചെയ്യുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആർ ഓക്സിഡൈസ് പോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താ കളർ ചേഞ്ചസ് ഇൻ ടു ഡാർക്ക് പർപ്പിൾ. അപ്പൊ അതിലെ കളർ എങ്ങനെ ആയിട്ട് മാറും? ഡാർക്ക് പർപ്പിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു 10 സെക്കൻഡിനകം ഇത് ഡാർക്ക് പർപ്പിൾ ആയി കാണും. ഓക്കെ, അപ്പൊ ഈ ഓക്സിഡൈസ് ആക്ടിവിറ്റിനോട് ഇങ്ങനെ ഡിലേഡ് ഓക്സിഡൈസ് ആക്ടിവിറ്റി കാണിക്കുന്ന പോസിറ്റീവ് കളർ ചേഞ്ച് കാണിക്കുന്നത് ഒരു ഏകദേശം ഒരു പർപ്പിൾ കളർ വിത്തിൻ 60 to 90 seconds കാണിക്കും. ഓക്കെ, പിന്നെ അത് പോസിറ്റീവ് റിസൾട്ട് ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 5 to 10 സെക്കൻഡിനുള്ളിലും പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ എന്നാലും ചിലതൊക്കെ ഈ ഡിലേഡ് ഓക്സിഡൈസ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പർപ്പിൾ കളർ ഏകദേശം ഒരു 60 to 90 seconds വരെ എടുക്കും. എന്നാലും ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടും. എന്നാൽ ഇത് ഒരു 2 മിനിറ്റിലും കൂടുതലായിട്ട് നമുക്ക് ഒരു കളർ കിട്ടിയില്ല എന്നുവെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് ഓക്സിഡൈസ് നെഗറ്റീവ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു സ്പോട്ട് ആ പേപ്പറിൽ അങ്ങനെ ആ സ്പോട്ട് കാണില്ല. മറ്റേ ഓക്സിഡൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ സ്പോട്ട് നമുക്ക് കളർ ഇങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഓക്സിഡൈസ്ഡ് കളേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഓക്സിഡൈസ് പോസിറ്റീവ് ടെസ്റ്റിൽ. ഓക്സിഡൈസ് പോസിറ്റീവ് ബാക്ടീരിയ ഏതൊക്കെയാണ്? സ്യൂഡോമോണാസ്, വിബ്രിയോ കോളറെ ആണ് ഓക്സിഡൈസ് പോസിറ്റീവ് ബാക്ടീരിയ. ആൻഡ് ഓക്സിഡൈസ് നെഗറ്റീവ് ബാക്ടീരിയ ആർ ഈക്കോളൈ, ക്ലെപ്സില്ല, സാൽമോണല്ല എക്സെട്ര. ക്ലിയർ? അപ്പൊ ഇത് പഠിച്ചേക്കണം. ഓക്സിഡൈസ് പോസിറ്റീവ് ബാക്ടീരിയ, ഓക്സിഡൈസ് നെഗറ്റീവ് ബാക്ടീരിയ, ഈ ബാക്ടീരിയയുടെ ഒക്കെ പേര്, അതിന്റെ മെത്തേഡ്സ്, ഏത് മെത്തേഡിലാണ് നമുക്ക് ഏത് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പഠിച്ചേക്കണം. ക്ലിയർ? Then next and the last one is Indole test. Indole test. അപ്പൊ ഇൻഡോൾ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ദാറ്റ് സ്ക്രീൻസ് ഫോർ ദി എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു ഡിഗ്രേഡ് ദ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാനെ ഡിഗ്രേഡ് ചെയ്തിട്ട് ഇൻഡോൾ ആയി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓർഗാനിസം എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെ ആ ഓർഗാനിസത്തിന്റെ കഴിവ്, ഈ അമിനോ ആസിഡ് ആയ ട്രിപ്റ്റോഫാനെ ഡിഗ്രേഡ് ചെയ്തിട്ട് ഇൻഡോൾ ആയി മാറ്റാനുള്ള ആ ഓർഗാനിസത്തിന്റെ കഴിവാണ് നമ്മൾ ഇൻഡോൾ ടെസ്റ്റിൽ ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് IMVIC, ഇൻഡോൾ MRVP സിട്രേറ്റ് എന്ന് പറയുന്ന ബഫറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രൊസീജിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് IMVIC പ്രൊസീജിയേഴ്സ്. അപ്പം then a battery of tests designed to distinguish among the members of the family. ഏത് ഫാമിലിയിലാണ്? എൻട്രോബാക്ടീരിയേസി ഫാമിലിയിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു ചെറി റെഡ് റിങ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഈ റിയേജന്റ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിലൊരു റെഡ് റിങ് ഫോം ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഷോസ് ദ പോസിറ്റീവ് റിസൾട്ട്. ദെൻ നെഗറ്റീവ് ആണെങ്കിൽ ആ റെഡ് റിങ് കാണില്ല. ഇൻഡോൾ നെഗറ്റീവ് the reagent will be remaining yellow colored ആയിട്ട് തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലൗഡി കളർ റിയേജന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ആ റെഡ് കളർ അല്ലെങ്കിൽ ചെറിയ റെഡ് റിങ് കാണില്ല.
ഓക്കെ, അപ്പൊ അതില് ഇൻഡോൾ പോസിറ്റീവ് ബാക്ടീരിയ ഏതൊക്കെയാണ്? ഈക്കോളൈ, വിബ്രിയോ കോളറ ആർ ഇൻഡോൾ പോസിറ്റീവ് ബാക്ടീരിയ. ഇനി ഇൻഡോൾ നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് ക്ലബ്സിയല്ല, സാൽമോണല്ല, ഷിജല്ല സ്പീഷീസ് ഒക്കെ ഇൻഡോൾ നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നമ്മൾ നോക്കിയത്. അപ്പൊ അതില് നമ്മളെ ബയോകെമിക്കൽ ടെസ്റ്റ് 4 ബയോകെമിക്കൽ ടെസ്റ്റുകളാണ് നോക്കിയത്. ഏതൊക്കെയായിരുന്നു? ഓക്സിഡേസ് ടെസ്റ്റ്, കൊയാഗുലേസ് ടെസ്റ്റ്, കാറ്റലേസ് ടെസ്റ്റ്, IMBSC ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ 4 ടെസ്റ്റുകളും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന അതിന്റെ അതായത് എൻസൈമാറ്റിക് റിയാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ ചേഞ്ച്, ബയോകെമിക്കൽ റിയാക്ഷൻ എന്താണ് നടക്കുന്നത്, ഏത് കളറാണ് ഉണ്ടാവുന്നത്, അപ്പം പോസിറ്റീവ് ടെസ്റ്റ്, നെഗറ്റീവ് ടെസ്റ്റ് ആൻഡ് പോസിറ്റീവ് ബാക്ടീരിയ, നെഗറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ടെസ്റ്റിന് കാണിക്കുന്ന പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്ന ബാക്ടീരിയകളുടെ പേര്, നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്ന ബാക്ടീരിയകളുടെ പേരെല്ലാം പഠിച്ചേക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ MCQ ഇട്ട് തരാം. അപ്പൊ അതെല്ലാവരും ചെയ്തു നോക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.